മോളെ അച്ഛ കഞ്ഞി എടുത്ത് വെച്ചിട്ടുണ്ടേ. സമയമാകുമ്പോ അമ്മയ്ക്ക് എടുത്ത് കൊടുക്കണേ. പിന്നെ മോളെടുത്ത് കഴിക്കണം. അമ്മയ്ക്ക് മരുന്നും എടുത്തു കൊടുക്കണം. പോയിട്ട് വരാൻ പെട്ടെന്ന്. കൊട്ടാടി ഒന്ന് നിന്നേ. മോക്ക് എന്തോ വേണോന്ന് പറയുന്നുണ്ട്. എന്താന്ന് നോക്കിയേ. ആണോ? എന്താ മോളെ? മോള് പറ. അച്ഛൻ മേടിച്ചോണ്ട് വരും. അച്ഛാ എനിക്ക് വള വാങ്ങിച്ചു തരൂ. വാങ്ങിച്ചിട്ട് വരാം കേട്ടോ. അമ്മ നോക്കിക്കോണേ. പോയിട്ടാ. അയ്യോ മോളെ. ഭർത്താവേ ഇതിനെ കുറച്ച് പൈസ ഉണ്ടായിരുന്നു. ഇത് ഞാനത് മുതലാക്കുക. പുറത്താരോടെങ്കിലും നീ ഇത് പറഞ്ഞ കുഞ്ഞിന്റെ ശവമായിരിക്കും നീ കാണുന്നത്. കേട്ടോളി. മോളെന്തേ? മോളെ 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 അച്ഛനാടി. ഇനിയെങ്കിലും നിനക്ക് എന്റെ അടുത്ത് പറഞ്ഞൂടെ ആരും? നമ്മളെ മോളെ അവസ്ഥ കണ്ടിട്ട് പോലും നിനക്ക് ഇത് പറയാതിരിക്കാൻ പറ്റണമല്ലോ. വിഷ്ണു, ഇതെന്താ നീ നേരത്തെ എന്റെ അടുത്ത് പറയാത്ത? പേടിച്ചിട്ടാ. മോളെ കൊല്ലൂന്ന് പറഞ്ഞോണ്ടാ ഞാൻ പേടിച്ച് പറയാത്ത എത്രയും ദിവസം. എങ്ങോട്ടാ? ഞാൻ കാണാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. തരാനുള്ള കുറച്ച് കാശ് എന്റെ കയ്യിൽ. അത് നന്നായി. ഈ ഗ്യാസിന് കുറച്ച് അർജന്റ് ആയിരുന്നു. അതിലുള്ളത് ഇങ്ങതാ. അയ്യോ കാശ് എടുത്തില്ല, വീട്ടിൽ വെച്ച് മറന്നുപോയി. ഞാൻ പോയി എടുത്തിട്ട് വരാം. ഞാനും കൂടി വരാം. എന്നാ ശരി, വാ. വാ. എന്റെ മോളെ അവസ്ഥ ഉണ്ടോ? ഞങ്ങൾ എന്ത് സന്തോഷത്തോടെ ജീവിച്ചെന്നറിയാം. അതിന്റെ ഇടയിൽ നീ എന്തിനാക്കിയാലും വന്നേ. എന്റെ മോളെ സന്തോഷം മോള് കഴിച്ചോയോ? ഈ രോഗം എങ്ങനെയാണ് മോളെ? നിങ്ങളെന്നെ സൂക്ഷിക്കണം. ഇവനെ പോലുള്ളവന്മാരില്ലേ, ഇവനെ ഒന്നും ഒരു നിയമത്തിനും വിട്ടുകൊടുക്കരുത്.